Hi guys, welcome to Cinetalk by Narrowing.com. ജയറാം, അമല പോൾ, ഉണ്ണി മുകുന്ദൻ തുടങ്ങിയവർ അഭിനയിച്ച അച്ചായൻസ് എന്ന സിനിമയുടെ റിവ്യൂമായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഈ ആഴ്ചയിലെ ഏറ്റവും വലിയ റിലീസുകളിൽ ഒന്നായിരുന്നു അച്ചായൻസ്. കണ്ണൻ എസ് താമരക്കുളം സംവിധാനം ചെയ്ത ഈ ചിത്രത്തിന് സേതുവാണ് തിരക്കഥ നിർവഹിച്ചിരിക്കുന്നത്. തിങ്കൾ മുതൽ വെള്ളി വരെ, ആടുപുലിയാട്ടം എന്നിവ സംവിധാനം ചെയ്ത കണ്ണൻ എസ് താമരക്കുളം ഓരോ തവണയും വ്യത്യസ്തങ്ങളായ സിനിമകളാണ് ചെയ്തിരിക്കുന്നത്. ഇത്തവണയും അത്തരമൊരു ചിത്രം പ്രതീക്ഷിച്ചാണ് തിയേറ്ററിൽ പോയത്. ജയറാം, ഉണ്ണി മുകുന്ദൻ, സഞ്ജു ശിവറാം, ആദിൽ ഇബ്രാഹിം എന്നിവരാണ് കേന്ദ്ര കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്നത്. അമല പോൾ, അനു സിത്താര എന്നിവരുടെ നായിക കഥാപാത്രങ്ങൾ ഇവരുടെ ജീവിതത്തിൽ എത്തുകയും അതിനോട് ചേർന്നുള്ള സംഭവ വികാസങ്ങളുമാണ് ചിത്രത്തിന്റെ ഇതിവൃത്തം. ജയറാം ഒരു സോളിഡ് പെർഫോമൻസ് ആണ് നൽകിയിരിക്കുന്നത്. കുറ്റമറ്റെന്ന് പറയാവുന്ന ഒന്ന്. ഉണ്ണിമുകുന്ദന്റെ അഭിനയം ഇനിയും മെച്ചപ്പെടേണ്ടിയിരിക്കുന്നു. അതിൽ തനിക്ക് ലഭിച്ച കഥാപാത്രം നന്നായി ചെയ്തു. സഞ്ജു ശിവറാമും മോശമാക്കിയില്ല. കുറച്ച് വ്യത്യസ്തമായ റോൾ ആണ് അമല പോളിന് ലഭിച്ചിരിക്കുന്നത്. വളരെ നന്നായി അവർ ചെയ്തു എന്ന് മാത്രമല്ല, ചില സീനുകൾ അവരുടെ പെർഫോമൻസ് കൊണ്ട് മാത്രമാണ് ശ്രദ്ധിക്കപ്പെട്ടത്. അനു സിത്താരയുടെ റോളും ഇവരുടെ അത്ര വലുതല്ലെങ്കിലും കഥാഗതിയിൽ പ്രധാനപ്പെട്ടതായിരുന്നു. ഇന്റർവെല്ലിനോടടുത്ത് പ്രകാശ് രാജ് എത്തുമ്പോഴാണ് സിനിമയ്ക്ക് ജീവൻ വെച്ചത് തന്നെ. തന്റെ വളരെ കാലത്തിന് ശേഷമുള്ള മലയാള സിനിമയിലേക്കുള്ള തിരിച്ചുവരവ് മികച്ചൊരു പെർഫോമൻസ് അദ്ദേഹം നൽകിയിട്ടുണ്ട്. രമേശ് പിഷാരടി, ധർമ്മജൻ, മണിയൻപിള്ള രാജു, സിദ്ദീഖ്, ജനാർദ്ദനൻ തുടങ്ങിയവരും ചിത്രത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. ധർമ്മജനും രമേശ് പിഷാരടിയുമാണ് കോമഡി റോൾ കൈകാര്യം ചെയ്തത്. പ്രദീപ് നായരുടെ ക്യാമറ ചിത്രത്തിന്റെ ശൈലിയോട് യോജിച്ചു നിന്നു. രതീഷ് വേഗയുടെ പാട്ടുകൾ ആവറേജ് മാത്രമായി ഒതുങ്ങി. ചിലതിന്റെയൊക്കെ ആവശ്യം തന്നെ ഉണ്ടോ എന്ന് നമുക്ക് തോന്നും. ഗോപി സുന്ദറിന്റെ പശ്ചാത്തല സംഗീതം മോശമായിരുന്നില്ലെങ്കിലും BGM തള്ളിക്കയറ്റമായിരുന്നു പല സീനുകളിലും. മുൻപത്തെ സിനിമകൾ വെച്ച് നോക്കുമ്പോൾ കണ്ണൻ എസ് താമരക്കുളത്തിന്റെ സംവിധാനം മെച്ചപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇതുപോലൊരു സ്ക്രിപ്റ്റ് കൊണ്ട് ഏത് സംവിധായകനും ചെയ്യാവുന്നതിന് പരിമിതികളുണ്ട്. ഒരു ബിലോ ആവറേജ് ഫസ്റ്റ് ഹാഫും ആവറേജ് സെക്കൻഡ് ഹാഫും ഉള്ള ഈ ചിത്രം വിരസമാണെന്ന് പറയാൻ സാധിക്കില്ല. പക്ഷേ ഇത്രയും വലിയൊരു കാസ്റ്റ് ഉപയോഗിച്ച സ്ഥിതിക്ക് നല്ല സ്ക്രിപ്റ്റ് ഉണ്ടായിരുന്നെങ്കിൽ ഇതിലും നല്ലൊരു സിനിമ ആക്കി മാറ്റാമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ചിത്രത്തിന് ഞങ്ങൾ ഒരു ആവറേജ് റേറ്റിംഗ് ആണ് കൊടുക്കുന്നത്. For short times and movie reviews, please visit Narrowing.com. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ thumbs up and subscribe. Also please do share this video. This is Kiran and Alan signing off. Thank you.